ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 107-ാമത്തെ സങ്കീർത്തനമാണ്. രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞതയെക്കുറിച്ച് പറയുന്നതാണ്. 43 തിരുവചനങ്ങൾ ദൈവത്തിന്റെ അചഞ്ചലമായിട്ടുള്ള സ്നേഹവും വിടുതലും ജനത്തിന്റെ ഒരു കൃതജ്ഞതാ ഗീതമാണ് ഇന്ന് നാം കേൾക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും സ്തോത്രം ചെയ്യുന്നതിന് ഈ സങ്കീർത്തനം ആഹ്വാനം ചെയ്യുന്നു. മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവര്, വാഗ്ദാന നാട്ടിലെ പ്രവാസങ്ങള്, അതുപോലെ തന്നെ കൊടുങ്കാറ്റിലൂടെ ദൈവം നയിച്ചത്, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം തന്റെ ജനത്തെ വിടുവിച്ചതായിട്ട് ഇത് വിവരിക്കുകയാണ്. ഓരോ ജനവും അവരുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ അവരുടെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന്റെ കാരുണ്യ പ്രവൃത്തികൾ അവിടുത്തെ അനന്തമായിട്ടുള്ള സ്നേഹവും കരുണയുമാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് സങ്കീർത്തകൻ പറയുന്നു. നന്മയുള്ളവര് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും കർത്താവിന്റെ അചഞ്ചലമായിട്ടുള്ള സ്നേഹം പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം സമാപിക്കുന്നത്. ഈശോയെ, വഴിതെറ്റിയവരെ ആലയിലേക്ക് അങ്ങ് കൊണ്ടുവരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പാപത്തിലേക്ക് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യത്തിലേക്ക്, നന്മയിലേക്ക് ഞങ്ങളെ നയിക്കണം. അവിടുന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും മറ്റുള്ളവരിലൂടെ ഞങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ അചഞ്ചല സ്നേഹത്തിന് നന്ദി പറയുന്നു. കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ ഇത് ഞങ്ങളെ നടത്തുകയാണ്. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഒരു വചനം വായിക്കാം. എല്ലാ ദിവസവും വചനം വായിച്ചിട്ട് ദൈവം നമ്മളെ ഇങ്ങനെ വഴി നടത്തുന്നു എന്നുള്ള ബോധം നമ്മളിലേക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.